ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലുണ്ടായ ഒരു സംഭവത്തിൽ വടക്കുള്ള കോഴിക്കോടുള്ള 42 വയസ്സുള്ള ദീപക് എന്ന് വിളിക്കുന്ന ഒരു യുവാവ് ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ആത്മഹത്യയിലേക്ക് ഒരു യുവാവ് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. നിങ്ങളിതെല്ലാം ഈ വാർത്ത ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന ഈ യുവാവിനോടൊപ്പം യുവാവ് തന്നെ സ്പർശിച്ചു എന്ന് പറഞ്ഞ് തൊട്ടടുത്ത് നിന്ന ഒരു പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ അങ്ങനെ സ്പർശിക്കുന്നു എന്ന് നമുക്ക് സംശയം തോന്നുന്ന തരത്തിലുള്ള ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുകയും ആ ദീപക് തന്നെ മനഃപൂർവ്വം തന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചു എന്ന രീതിക്കാണ് സോഷ്യൽ മീഡിയയിൽ ഇട്ടത്. ഇതിനു മുമ്പും ഇത്തരത്തിൽ 1, 2, 3 വീഡിയോസ് വരികയും ആ വീഡിയോസിനെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി റീച്ച് കിട്ടുകയും ചെയ്തു. ഈ പെൺകുട്ടി തനിക്ക് വീണ്ടും റീച്ചിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ചെയ്തത് എന്ന് അഭിപ്രായങ്ങളും വ്യാപകമായിട്ട് വരികയുണ്ട്. അത് എന്താണ് ഇതിൻ്റെ പുറകിലുള്ള ചേതോപകാരം എന്ന് എനിക്ക് യഥാർത്ഥത്തിൽ അറിയില്ല. ഞാൻ ആ പെൺകുട്ടിയോട് സംസാരിച്ചിട്ടില്ല. പക്ഷേ ആ പെൺകുട്ടിയുടെ പ്രൊഫൈൽ കയറി നോക്കിയ സമയത്ത് ആ കുട്ടി ഒരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് എന്ന വാക്ക് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അതായത് ആ കുട്ടിയുടെ പ്രൊഫഷൻ കൺസൾട്ടൻ്റ്, ഒരു മനഃശാസ്ത്ര വിദഗ്ധ എന്ന പേര് അതിനകത്ത് എഴുതിയിരിക്കുന്നത് കണ്ടു. പക്ഷേ ഒരു മനഃശാസ്ത്ര വിദഗ്ധ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി മനുഷ്യനെ സ്നേഹിക്കുന്നവരായിരിക്കണം. തന്നോട് ഇത്തരത്തിൽ ഒരു ബസ്സിൽ ഒരു പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നേരിട്ട് ആ യുവാവിനോടോ പയ്യനോടോ വയസ്സായ മനുഷ്യനോടോ തുടരുത് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും നമ്മുടെ നാട്ടിൽ പെണ്ണുങ്ങൾക്കും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എല്ലാം ഉണ്ട് എന്നിരിക്കൽ ഇത്തരത്തിലൊരു പ്രചരണം ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ നടത്തിയത് വളരെയേറെ വിഷമിപ്പിക്കുന്ന, പ്രത്യേകിച്ച് ഒരു മാനസിക രോഗ വിദഗ്ധ അല്ലെങ്കിൽ മാനസിക വിദഗ്ധ എന്ന രീതിക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാരണമാണ്. കാരണം ഇത്തരത്തിൽ മനസ്സിൽ ഒരാൾക്ക് ഏൽക്കുന്ന ഒരു വിഷമം എത്രത്തോളം അവർക്ക് വിഷമങ്ങൾ ഉണ്ടാക്കുന്നു, അത് എത്രത്തോളം ട്രോമ അവരുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുമെന്നും അവർ അതിൽ നിന്നും രക്ഷപ്പെടാൻ എത്ര നാളുകൾ എടുക്കുമെന്നും കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുന്ന ആളാണ് ഒരു മാനസിക രോഗ വിദഗ്ധ എന്ന് പറയുന്നത്. അത്തരത്തിൽ ഒരു ക്ലിനിക്കൽ അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ഈ ഒരു തരത്തിൽ പെരുമാറുന്നത് ഒരു സാധാരണ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു പെൺകുട്ടി റിയാക്ട് ചെയ്യുന്നതിനേക്കാൾ ഒരു 100 ഇരട്ടി കുറ്റകരമാണ് എന്ന് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ പറയേണ്ടി വരും. ഇവിടെ 42 വയസ്സുള്ള ദീപക് എന്ന് വിളിക്കുന്ന യുവാവിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഓൾറെഡി ഒരു ഡൈവേഴ്സ്ഡ് ആണ്. അതായത് താൻ വിഭാര്യനാണ്. അദ്ദേഹം ഓൾറെഡി അതിൻ്റെ മാനസിക വിഷമങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് പങ്കുവച്ച അഭിപ്രായമാണിത്. അദ്ദേഹം വരുന്നുണ്ടായിരുന്നുള്ളൂ. സുഹൃത്തുക്കളാണ് അദ്ദേഹത്തിനെ ഒരുവിധം തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. വീട്ടിൽ അദ്ദേഹത്തിന് വയസ്സായിട്ടുള്ള അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. ഈ ഒരു സാഹചര്യത്തിലാണ് പുറത്തേക്ക് വരുന്നതിനിടെ വളരെ യാദൃശ്യമായി ബസ്സിൽ വെച്ച് ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള ഒരു ട്രോമ മനസ്സിന് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ഉണ്ടായ സാഹചര്യം ഒരുപക്ഷെ അദ്ദേഹത്തിന് മറികടക്കാനായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മാനസികമായിട്ട് അദ്ദേഹത്തിനുണ്ടായ തളർച്ച, അദ്ദേഹത്തിൻ്റെ അഭിമാനക്ഷതം അദ്ദേഹത്തിനെ മരണത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചു. അദ്ദേഹം ഡെഫിനറ്റ്ലി ഇത് കോടതിയിൽ നിലനിൽക്കുമോ അല്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിലേക്കെല്ലാം പോകുമോ എന്നുള്ളത് കോടതിയിലുള്ള കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ നിയമവശം അതിലിരിക്കുകയാണെങ്കിൽ പോലും ഒരു മനുഷ്യജീവൻ ഇത്തരത്തിലുള്ളൊരു പെരുമാറ്റം കൊണ്ട് നഷ്ടപ്പെട്ടു എന്നുള്ളത് ഏറെ വേദനാജനകം തന്നെയാണ്. ഇതിനകത്ത് പുരുഷന്മാർക്ക് വളരെ യാദൃശ്യമായി ഇത്തരത്തിൽ ഇരയായി പോകുന്ന സാഹചര്യങ്ങളെന്ന് പറയുന്നത് വളരെ കഷ്ടം തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് സംഭവിക്കുന്ന മറുവശം കൂടിയുണ്ട്. അതായത് ഈ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പെൺകുട്ടികൾ വീഡിയോ ഇടുന്ന സമയത്ത് വൈറലാകുന്നത്? അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെയേറെ അതായത് ഈ വീഡിയോസ് കാണുന്ന ആൾക്കാരെല്ലാം തന്നെ ഈ പെൺകുട്ടിയുടെ വശം ചേർന്നിട്ട് ആ യുവാവിനെ പറയാവുന്നിടത്തോളം അസഭ്യം പറയുക തന്നെ ചെയ്യും. കഴിഞ്ഞ വീഡിയോ, ആ പെൺകുട്ടി ഇട്ട വീഡിയോയിലും ഇതിനു മുൻപ് പലരും ഈ തരത്തിൽ തന്നെ പിടിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ തന്നെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് യുവാവിൻ്റെയോ പുരുഷന്മാരുടെയോ ഫോട്ടോസോ വീഡിയോസോ കാണിച്ചുകൊണ്ട് വീഡിയോസ് ഇടുമ്പോഴെല്ലാം തന്നെ അതിന് താഴെ വരുന്ന വളരെ ഹ്യൂജ് ആയിട്ടുള്ള കമൻറ്റുകൾ, ഈ കമൻറ്റുകൾ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും മനുഷ്യരുടെ മാനസികാവസ്ഥയും ഇത്തരത്തിൽ വീഡിയോകൾ ഇടുന്നവർക്ക് ഇനിയും വീഡിയോകൾ ചെയ്യാനുള്ള പ്രോത്സാഹനം നൽകുന്ന മനുഷ്യരുടെ സ്വഭാവവും. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്, നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ സംസ്കാരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട് എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ നാട്ടിൽ തന്നെയാണ് ബസ്സിൽ ഇത്തരത്തിലുള്ള പീഡകരുള്ളതും ബാക്കിയുള്ള കാര്യങ്ങളുള്ളതും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ബസ്സിൽ പോയ ആ യുവാവിൻ്റെ ഒരവസ്ഥ, യുവാവ് ആത്മഹത്യ ചെയ്തുകൊണ്ട് എല്ലാവരും ആ പെൺകുട്ടിക്ക് നേരെ തിരിഞ്ഞു. വളരെ ശക്തമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകുന്നു, നിയമ നടപടി ഉണ്ടാകുന്നു. യുവാവ് ആത്മഹത്യ ചെയ്യാതെ സൈലൻ്റായിട്ട് വളരെ നിശബ്ദനായി ഇരുന്നു എന്ന് വയ്ക്കുക. എന്തായിരിക്കും അവസ്ഥ? സമൂഹത്തിൽ വീണ്ടും കാലങ്ങളോളം ആ യുവാവ് അപമാനിക്കപ്പെട്ടുകൊണ്ട് തന്നെയിരിക്കും. ഇപ്പോൾ അയ്യോ പാവം, ആ യുവാവ് വളരെ നിഷ്കളങ്കനാണ് എന്ന് പറയുന്ന സകല മനുഷ്യരും ആ പെൺകുട്ടിയുടെ വീഡിയോയുടെ താഴെ കണ്ടോ, അവൻ നിഷ്ഠൂരൻ, അവൻ ക്രൂരൻ, അവൻ ആ പെൺകുട്ടിയോട് ചെയ്ത് കണ്ടോ, അവനെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല, കുടുംബത്തിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു ആത്മഹത്യയിലൂടെ മാത്രം തൻ്റെ സ്വന്തം നിരപരാധിത്വം തെളിയിക്കേണ്ട ഒരവസ്ഥയിലേക്ക് ആ യുവാവ് കൊണ്ടുവന്ന് എത്തിയത്
അവൻ്റെ മാത്രം കുഴപ്പമോ ആ പെൺകുട്ടിയെ മാത്രം കുറ്റം പറയുകയോ ചെയ്യേണ്ട സാഹചര്യമല്ല. മലയാളികളുടെ മനസ്ഥിതി അങ്ങനെയാണ്. മലയാളികൾ സോഷ്യൽ മീഡിയയിൽ കയറി നടത്തുന്ന ക്രൂരമായ പ്രതികരണങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ വീഡിയോ ചെയ്യുന്നവർക്ക് പ്രോത്സാഹനം നൽകുന്നത്. ഇതിൽ പല ഇരകളുണ്ട്. സൈബർ ആക്രമണമെന്ന് നിങ്ങൾ കേട്ടിട്ടില്ല. അതിലൊരു ഇര ഞാൻ തന്നെയാണ്. കഷ്ടപ്പെട്ട് ഞാൻ ഹോമിയോപ്പതി 6 വർഷം പഠിച്ചതാണ്. അതിനുശേഷം ഇത്രയും 10-25 വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ നോക്കി എൻ്റെ വീഡിയോയുടെ താഴെ, പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൊക്കെയാണ് വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകൾ കള്ളൻ, നാറി, വ്യാജ ഡോക്ടർ എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ വർഷങ്ങളായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. ആത്മഹത്യ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും ഇതെല്ലാം കണ്ട് ശീലമായതുകൊണ്ടും ആദ്യമൊക്കെ ഞാൻ ഈ വീഡിയോസ് കാണുന്ന സമയത്ത് തകർന്നു പോകുമായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം പുഞ്ചിരിയോടെ കണ്ടിരിക്കാൻ സാധിക്കുന്നു. കാരണം മനസ്സിന് ഇതെല്ലാം കണ്ട് ഉറപ്പ് കിട്ടി. ഇത്തരത്തിൽ നമ്മൾ തുടർച്ചയായി നേരിട്ടുകൊണ്ടിരിക്കുന്ന അപമാനങ്ങളും മറ്റ് ബുദ്ധിമുട്ടുകളും നേരിടേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ഒരു തെറ്റ് പോലും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ള എനിക്ക് പോലും സമൂഹത്തിൽ ഇത്രയേറെ കള്ളനെന്നും വ്യാജനെന്നും ചീത്തവിളി കേൾക്കേണ്ടി വരുന്ന അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇനിയും ഉണ്ടാവുകയും ചെയ്യും. കാരണം മലയാളികളുടെ സ്വഭാവം ഇതാണ്. ഇതിനകത്ത് പ്രായവ്യത്യാസമില്ല. വിദ്യാഭ്യാസം ഉള്ളവരും വിദ്യാഭ്യാസം ഇല്ലവരും തമ്മിലുള്ള വ്യത്യാസമില്ലാതെ തന്നെയാണ് ഈ ആക്രമണം നടക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. ഒരാഴ്ച മുമ്പ് എൻ്റെ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് കണ്ടു. ഇവൻ നാറിയാണ്, ഇവൻ ലോക കള്ളനാണ്, ഇവനെ വിശ്വസിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ കണ്ടു. ഒരു കമൻറ്റ് കണ്ടു. ഈ കമൻറ്റ് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ഒരു 60-65 വയസ്സുള്ള ഒരു ആളാണ് ഇട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ കയറി നോക്കിയപ്പോൾ അദ്ദേഹം സർക്കാർ സർവീസിൽ നിന്നും പെൻഷനായിട്ടുള്ള ഒരു ഡോക്ടറാണ്, ഒരു അലോപ്പതി ഡോക്ടറാണ് ഇട്ടിരിക്കുന്നത്. എനിക്ക് അദ്ദേഹത്തിനെ അറിയില്ല, ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല, വടക്കെവിടെ ഉള്ളതാണ്, കണ്ടിട്ടില്ല. പക്ഷേ എൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് ഇത്തരത്തിലൊരു കമൻറ്റ് ഇടാനുള്ള മാനസികാവസ്ഥ 65 വയസ്സുള്ള വളരെ വെല്ലായിട്ട് നിൽക്കുന്ന റിട്ടയർ ചെയ്ത ഒരു ഗവൺമെൻറ് ഡോക്ടർക്ക് ഉണ്ടായി എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള മാനസികാവസ്ഥയാണ്? ഇത് തന്നെയല്ലേ നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിൽ ജീവിക്കുന്ന മലയാളികൾ ചെയ്യുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ന് നമ്മുടെ ഇന്ത്യയിലെമ്പാടും തിങ്ങി ഞെരുങ്ങി ആൾക്കാർ സഞ്ചരിക്കുന്ന ബസ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിലാണ് ഇത്തരത്തിലുള്ള മാനസിക രോഗികൾ ഏറ്റവും കൂടുതലുള്ളത്. ബസ്സിൽ പോകുന്ന ഞരമ്പന്മാരുള്ളത്, ബസ്സിൽ കമൻ്റ് അടിക്കുന്ന, കയറി പിടിക്കുന്ന ആൾക്കാർ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ കേരളത്തിലാണ്. കാരണം എന്തുകൊണ്ടാണ്? ലൈംഗിക ദാരിദ്ര്യം എന്ന് നമ്മുടെ നാട്ടിൽ ഇതിനെ പലതരത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യപ്പെടുന്നുണ്ട് ഇല്ലേ? ഇത്തരത്തിൽ നമ്മൾ ഒരു സംഭവം ഉണ്ടായാൽ ഇതിനകത്ത് വരുന്ന മറ്റൊരു വശം കൂടിയുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പെൺകുട്ടി ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ടായി ഈ വീഡിയോസ് ഇട്ടു. ഈ വീഡിയോസ് ഇടുന്നതിന് പകരം ഓപ്പണായിട്ട് ഈ കുട്ടി പ്രതികരിച്ചിരുന്നെങ്കിൽ, ഒരുപക്ഷെ ആ പയ്യൻ തെറ്റ് ചെയ്തിരുന്നെങ്കിൽ അവൻ്റെ നിരപരാധിത്വം പറയുന്നതിനോ അവിടെ വെച്ച് തന്നെ പ്രശ്നം സോൾവ് ചെയ്യുന്നതിന് പോകുന്നതിനുള്ള ഒരു അവസരമുണ്ടായിരുന്നു. ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താ? ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ബസ്സിൽ വെച്ച് ഇത്തരത്തിൽ പ്രതികരിക്കാൻ ആരെങ്കിലും ശ്രമിച്ചിരുന്ന, ഒരു പെൺകുട്ടി ശ്രമിച്ചിരുന്നാൽ ആ പെൺകുട്ടിക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ഈ പെൺകുട്ടി മനഃപൂർവ്വം ഇത് ചെയ്യുന്നതാണ് എന്ന് കരുതിയിട്ട് ഇത്തരത്തിൽ മനഃപൂർവ്വം കയറി പിടിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള ഞരമ്പന്മാർ, അത് ചെറുപ്പക്കാരുണ്ട്, അതിനേക്കാൾ കൂടുതലായി ഒരു പ്രായം ചെന്ന ആ 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരും ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. ഇവരെല്ലാം ഇത്തരത്തിലുള്ള ലൂപ്പ് ഹോളിലൂടെ രക്ഷപ്പെട്ടു പോകുന്ന, ഞരമ്പ് രോഗികൾ രക്ഷപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇത് എത്തുന്നത്. പുരുഷന്മാരുടെ അവകാശങ്ങളുണ്ട് എങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ ഈ തരത്തിൽ ബസ്സിൽ നിശബ്ദമായി പീഡിപ്പിക്കപ്പെടുന്ന അനേകായിരം പെൺകുട്ടികളുണ്ട്, ഇപ്പോഴുമുണ്ട്. ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും നമ്മുടെ നാട്ടിലെ ബസ്സിലും ട്രെയിനിലും എല്ലാം തിരക്കുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ പെൺകുട്ടികളുടെ ദേഹത്തുള്ള പിടിയും വലിയും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് അറുതി വേണമെന്നുണ്ടെങ്കിൽ അതിന് അറുതിക്ക് വേണ്ടി തന്നെയാണ് ഗവൺമെൻറ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ നടപ്പാക്കിയിരിക്കുന്നത്. പെൺകുട്ടികൾക്ക് വേണ്ടി തന്നെയാണ് നിയമങ്ങൾ. പക്ഷേ ആ നിയമങ്ങളുടെ ഒരു സാധ്യതകൾ മുതലെടുത്തുകൊണ്ട് ഈ തരത്തിലുള്ള പീഡന പരാതികൾ വരുന്നു. ഈ തരത്തിലുള്ള വീഡിയോസ് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിലിട്ട് നാറ്റിക്കുന്നു. നോക്കിയേ, സോഷ്യൽ മീഡിയ ഇരുതല മൂർച്ചയുള്ള വാളാന്നുള്ളതിന് എത്ര വലിയ തെളിവാണ് ഇപ്പോൾ കണ്ടത്. ഇതിന് ഇത്തരത്തിൽ നടത്തുന്ന പ്രതികരണങ്ങളെ നിയന്ത്രിക്കുന്നതിന് എന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ടോ? ആ പെൺകുട്ടിയുടെ പ്രൊഫൈൽ ഡിലീറ്റ് ചെയ്തുകൊണ്ട് ആ പെൺകുട്ടിക്കെതിരെ കേസ് എടുത്തുകൊണ്ടോ മാത്രം തീരുന്ന പ്രശ്നമാണോ? അല്ല. സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലൊരു വീഡിയോ വന്നാലോ അല്ലെങ്കിൽ ഒരാൾ കള്ളനെന്ന് മുദ്രകുത്തപ്പെടുമ്പോഴോ അതിൻ്റെ താഴെ പോയിട്ട് വെട്ടുകിളി ആക്രമണം, കൂട്ടത്തോടെ അവനെ ആഭാസൻ എന്ന് വിളിച്ച് ലോകത്തൊക്കെ അറിയാവുന്ന കേട്ടാലറിക്കുന്ന സകല തെറിയും വിളിക്കുന്ന മലയാളികൾ കൂടെ മനസ്സിലാക്കണം, നിങ്ങളാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് പ്രോത്സാഹനമാകുന്നത്. ഇന്ന് ഒരു പെൺകുട്ടി, ഒരു മാനസിക രോഗ വിദഗ്ധ എന്നറിയപ്പെടുന്ന ഒരു പെൺകുട്ടി കേസിലകപ്പെട്ടതുകൊണ്ട് മാത്രം തീരുന്നില്ല. നാളെ ഏതൊരാൾക്ക് നേരെയും നടത്തുന്ന ഇത്തരത്തിലുള്ള അസഭ്യ വർഷങ്ങളാണ് ഇത്തരക്കാർക്ക് പ്രോത്സാഹനം എന്നുള്ളത് മറക്കാതിരിക്കുക. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ ഇരകളാകുന്ന പെൺകുട്ടികളെ പോലെ തന്നെ ഇരകളാകുന്ന പുരുഷന്മാരും അനുഭവിക്കുന്ന വേദനകൾ മനസ്സിലാക്കുന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മുടെ സ്ത്രീകൾക്ക് ഇത്തരത്തിൽ നമ്മുടെ സംരക്ഷണം, പ്രത്യേകിച്ച് ബസ്സിലും ബാക്കി തിരക്കുള്ള സ്ഥലങ്ങളിലും അവർക്ക് ഇത്തരത്തിലുണ്ടാകുന്ന അതിക്രമങ്ങൾക്കെതിരെ സംരക്ഷണം നൽകുന്നതിനോടൊപ്പം തന്നെ അവർക്ക് ഈ പ്രശ്നങ്ങൾക്ക് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള അവസരങ്ങൾ കൊടുക്കണം. അതല്ലാതെ ഈ ചെയ്യുന്നവരെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നവരുടെ വീഡിയോയും ഫോട്ടോയും എടുത്ത് സോഷ്യൽ മീഡിയ പോലുള്ള ഇരുതല
നല്ല മൂർച്ചയുള്ള ഒരു ഭാഗത്ത് കൊണ്ടുപോയിട്ട് അവരെ നാറ്റിച്ച് സ്വയം വിധി ഒരുക്കാനുള്ള, അതായത് അവരുടെ വിധി ഞാൻ തന്നെ തീരുമാനിക്കും, ഞാൻ തന്നെ അവരുടെ കഴുത്തിൽ കയറിട്ട് സോഷ്യൽ മീഡിയയിലിട്ട് വലിച്ച് കീറി അവരെ ആത്മഹത്യയിലേക്ക് നയിക്കുകയോ അവരുടെ ജീവിതം നശിപ്പിക്കുകയോ ചെയ്യും എന്ന് ഉള്ള വിധിക്കാനുള്ള ഒരു അവകാശം പെൺകുട്ടികൾക്കും പുരുഷന്മാർക്കും നൽകരുത്. അബുദാബിയിൽ കഴിഞ്ഞ ഒരു ആഴ്ചയ്ക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്. അനുവാദം കൂടാതെ ഒരാളുടെ ചിത്രം എടുത്ത ഒരു യുവാവിന് 25,000 ദിർഹം പിഴയടയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതുപോലെ അനുവാദമില്ലാതെ ചിത്രമെടുത്ത് സ്വയം പ്രചരിപ്പിക്കുന്ന ആൾക്കെതിരെ ക്രിമിനൽ കുറ്റം വരുന്ന ആ തരത്തിലേക്ക് സൈബർ നിയമത്തിന് മോഡിഫിക്കേഷൻ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നാൽ വലിയൊരു അളവ് വരെ ഇത്തരത്തിലുള്ള യൂട്ടിലൈസേഷനുകൾ സ്വയം വൈറലാവാൻ വേണ്ടി പാവപ്പെട്ടവരെ ചതിയിൽ കുരുക്കുന്ന കാര്യങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ പ്രധാനമാണ് ബസ്സിലും പോലുള്ള തിരക്കുള്ള സ്ഥലങ്ങളിലും പെൺകുട്ടികളെ ഉപദ്രവിക്കുന്ന, അവരെ കയറി പിടിക്കാൻ ശ്രമിക്കുന്നവരെതിരെ കർശന നടപടി, അവർക്കെതിരെ ക്രിമിനൽ നടപടികൾ ഉടനടി എടുക്കുക. അല്ലാതെ അവർക്കെതിരെ പിന്നെ നടപടി എടുക്കുന്നതിന് വേണ്ടി കുറേ കാലം കാത്തിരിക്കുന്ന ഒരു സാഹചര്യമെല്ലാം ഒഴിവാക്കണം എന്നൊരു രീതിയും കൂടി വന്നാൽ മാത്രമേ നമുക്ക് ഇരുവശത്തും നീതി എന്നുള്ളത് നടപ്പാക്കാൻ പറ്റത്തുള്ളൂ. ഇത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സകല മനുഷ്യരും അറിയേണ്ട കാര്യമാണ്. സോഷ്യൽ മീഡിയയിൽ ഒരു കമൻ്റ് ഇടാനുള്ള ഒരു അവസരം എന്ന് പറഞ്ഞാൽ ആരെയും കയറി തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാനുള്ള ഒരു അവസരമല്ല എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഇതിൽ നിങ്ങൾ ആരെയാണോ ക്രൂശിക്കാൻ ശ്രമിക്കുന്നത് അവർക്കും കുടുംബമുണ്ട്, അവർക്കും ഒരു മനസ്സുണ്ട്, അവർക്കും വേദനിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരുടെ അറിവിലേക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.